ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് പുൽപ്പള്ളി മാവിലന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പഴശ്ശിരാജ മരിച്ചു വീണ സ്ഥലം അവിടെയാണ്. പിന്നെ ഇവിടുന്ന് മരിച്ചു വീണ് മാനന്തവാടിയിലേക്ക് അതിൻ്റെ ബോഡി കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒരു മ്യൂസിയം പോലെ ഒരു ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം എന്തൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഇതാണ് മരിച്ചു വീണ സ്ഥലം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രതിമയെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ നമ്മൾ ഗാർഡനെല്ലാം കണ്ടുകൊണ്ട് പോണ സമയത്ത് അവിടെ ഒരു ഫാമിലി അല്ല അയൽക്കൂട്ടം ടീമാണ് തോന്നുന്നത്. മാനന്തവാടിയിൽ നിന്ന് വന്നിട്ട് അവിടെ ഭയങ്കര പാട്ട് പാടി കളിക്കുന്നുണ്ട്. അയൽക്കൂട്ടം ടീമാണെന്ന് തോന്നുന്നത്, വ്യക്തമായിട്ട് അറിയില്ല. നമുക്കവിടെ പോയി നോക്കാം. അപ്പോഴാണ് അവിടെ നെല്ലിക്ക മരം കണ്ടത്. അത് നെല്ലിക്കയാണ് കേട്ടോ. അതിൽ നെല്ലിക്ക മരം പറിക്കാനും പറ്റില്ല. ഇത് പുതുതായി വന്നതാണ്, ലൈബ്രറി റിസർച്ച് സെൻറ്റർ. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല എന്നവർ പറഞ്ഞത്. 1 മന്തിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവുമെന്നവർ പറയുന്നുണ്ട്. ഇനി വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് അവരെ തേടി പോവാം, പാട്ടുകാരെ. അപ്പോൾ അവിടെ പൂച്ചെടിയെല്ലാം പുതുതായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അവർ. അപ്പോൾ നമ്മളവിടെ അവരെ കണ്ടുവിട്ടാം. അപ്പം ഞാനും അവരെ പാട്ടെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കത് ചുമരിൽ പഴശ്ശിരാജൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മളത് തേടി പോവാണ്. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തി. അപ്പോഴാണ് കുട്ടികൾ കളിക്കുന്ന പാർക്കെല്ലാം കണ്ടത്. ആ ഭാഗത്ത് നല്ല പൂച്ചെടികളെല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള. അപ്പം ഇതാണ് ആ സംഭവം. പഴശ്ശിരാജയുടെ കാലത്ത് ബ്രിട്ടീഷുകാരായിട്ടുള്ള നടന്ന സംഭവങ്ങൾ ചുമരുമ്മേ അതിൻ്റെ ചിത്രം പോലെ വരച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് അവർ അവിടെ. അത് 2 ഭാഗത്തായിട്ടുണ്ട്. ഇനിയൊരു ഭാഗത്തുകൂടെ ഉണ്ട് തോന്നുന്നു കേട്ടോ. പഴശ്ശിരാജയും സൈന്യവും 1805 നവംബറിൽ ബ്രിട്ടീഷുകാരായി പുൽപ്പള്ളിക്കടുത്താണ് ഏറ്റുമുട്ടിയ ആ ചിത്രങ്ങളും ആ ഡേറ്റെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ പഴശ്ശിരാജയുടെ കാലത്ത് നടന്ന സംഭവങ്ങൾ ആണ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ ഇനി. അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുള്ള, നമുക്കതിൻ്റെ മുകളിലേക്കൊന്നും ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് അതുള്ളത്. അതിൻ്റെ മറ്റൊരു വശത്തുകൂടെ ഉള്ളതാണിത്. അവിടെ ഇതുപോലെ അന്നത്തെ
യുദ്ധം നടക്കുന്ന കാലത്ത് പഴശ്ശിരാജയുടെ കാലത്തുള്ള ചിത്രങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ 2 വശങ്ങളെന്ന് പറയുന്നത് ഫുൾ കാടുകളാണ്. ഇവിടെ ആനകളെല്ലാം കയറി വരുന്ന സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെ കമ്പി കെട്ടിയിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ വശം എന്ന് പറയുന്നത് ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ വശം കർണാടകയാണ്. ഏകദേശം സ്റ്റേറ്റ് ബോർഡറിലായിട്ടാണ് ഇത് വരുന്നത്. ഈ മാവിലന്തോട് സ്റ്റേറ്റ് ബോർഡറിലായിട്ടാണ് വരിക. ഇതാണ് ആ സംഭവം. ഇതുകൊണ്ട് കമ്പിയെല്ലാം കെട്ടി വെച്ചിട്ട് ആന കയറി വരും. അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ ശല്യം ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ അത്രക്ക് ഇതില്ല, ഇങ്ങോട്ട് കയറി വരുന്നില്ല. ഒക്കെ ആ കാടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ. അതെ, ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പോൾ ഓക്കെ, ബൈ.